ഹായ്, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലെമ്മയും ഒരു ഡെഫിനിഷനും ഒരു തിയറവും ഒരു എക്സാമ്പിളും, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അപ്പം ആദ്യമായിട്ടൊരു ചെറിയ നോട്ട് പോലൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എവരി ഗ്രാഫ് ജി ഓഫ് ഓർഡർ എൻ ഈസ് എൻ കളറബിൾ. അതായത് ഒരു ഗ്രാഫിൻ്റെ ഓർഡർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എൻ വെർട്ടീസസ് ഉണ്ടെന്ന് അർത്ഥം. ആ ഗ്രാഫിന് അപ്പോൾ എൻ കളർ വരെ യൂസ് ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ട് എൻ കളറുകൾ, അതായത് 10 വെർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിന് മാക്സിമം 10 ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാം. അത് നമ്മൾ നേരത്തെ എൻ കളറബിൾ എന്നുള്ള ഒരു കാര്യം വെച്ചിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അടുത്തത് ഈ ലെമ്മയാണ് പറയാൻ പോകുന്നത്. എ ഗ്രാഫ് ജി ഓഫ് ഓർഡർ എൻ ഹാസ് ക്രോമാറ്റിക് നമ്പർ എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി ഈസ് ഐസോമോർഫിക് ടു കെ എൻ. അതായത് ഒരു ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എൻ ആവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രോമാറ്റിക് നമ്പർ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു ഗ്രാഫ്, ആ ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എൻ ആണെങ്കിൽ ആ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? കംപ്ലീറ്റ് ഗ്രാഫ് ആയിരിക്കും. അത് ട്രിവിയൽ ആയിട്ടുള്ളൊരു റിസൾട്ടാണ്, നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കും അല്ലേ. ഒരു ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാഫിന് ഡിഫറെൻ്റ് ആയിട്ട് കളേഴ്സ് യൂസ് ചെയ്യണം. എത്ര കളേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n കളേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഉറപ്പായിട്ടും എന്തായേ പറ്റൂ? കെ എൻ ആയേ പറ്റൂ. കെ എൻ മീൻസ് കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് ഓർഡർ എൻ ആയേ പറ്റൂ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്, അതുകൊണ്ട് രണ്ട് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുകയാണ്, ഇഫ് ജി ഈസ് ഐസോമോർഫിക് ടു കെ എൻ. ജി എന്ന് പറയുന്ന സാധനം കെ എൻ ആണെന്ന് വിചാരിച്ചു. ഒരു ജി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വിചാരിച്ചു? കെ എൻ, കംപ്ലീറ്റ് ഗ്രാഫ് ആണ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? എൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് നോക്കുക. എവരി 2 വെർട്ടിസസ് ഓഫ് ജി ആർ അഡ്ജസൻറ്റ്. കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ ഏത് 2 വെർട്ടിസസ് എടുത്താലും അവർ തമ്മിൽ എന്തായിരിക്കും? അഡ്ജസൻ്റ് ആയിരിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ് അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഗ്രാഫാണ്, ഇത് K3 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു വെർട്ടിസസിന് ഞാൻ പച്ച കളർ കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എനിക്ക് പച്ച കളർ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ എനിക്ക് പച്ച കളർ കൊടുക്കാൻ പറ്റുമോ? കാരണം എന്താ? കൊടുത്തു കഴിഞ്ഞാൽ അഡ്ജസൻസി വരും ഇതുമായിട്ട്. അപ്പോൾ ഞാൻ ഡിഫറൻ്റ് ആയിട്ടൊരു കളറ് കറുപ്പ് കൊടുത്തു എന്ന് വിചാരിച്ചു. ഇവിടെ കറുപ്പ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ പച്ചയോ കറുപ്പോ ഇവിടെ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അവർ തമ്മിൽ എന്തുണ്ട്? അഡ്ജസൻസി വരും. അതായത് അപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു കളർ മാറ്റി എനിക്ക് അവിടെ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതായത് ഏത് 2 വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും അവരെന്തായിരിക്കും? അഡ്ജസൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ എവരി 2 വെർട്ടിസസ് ഓഫ് ജി ആർ അഡ്ജസൻറ്റ്, ഹെൻസ് എവരി 2 വെർട്ടിസസ് ആർ അസൈൻ ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ ആ ഗ്രാഫിൽ ഏതൊരു 2 വെർട്ടിസസിന് നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് കളർ അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര കളറുകൾ അവിടെ കൊടുക്കേണ്ടി വരും? കെ എന്നിന് n കളറുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? n ആയിരിക്കും അല്ലേ. ആ ഗ്രാഫിൻ്റെ, അതായത് കെ എൻ എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഈ n ആണ്. അപ്പോൾ ജി എന്ന് പറയുന്ന സാധനം കെ എൻ ആണെങ്കിൽ ആ ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്താണ്? n എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് തിരിച്ച് എന്താണ്? ഒരു ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ n ആണെന്ന് അസ്യൂം ചെയ്തു എങ്കിൽ ആ ഗ്രാഫ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? കംപ്ലീറ്റ് ഗ്രാഫ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ജി ഹാസ് ഓർഡർ n ആൻഡ് ജി ഈസ് നോട്ട് കെ എൻ ആണ്. ഞാൻ കെ എൻ അല്ല എന്ന് എടുത്ത് വെച്ചു. അതെന്താ? എനിക്ക് കെ എൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ജി എന്ന് പറയുന്ന ഗ്രാഫ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? കെ എൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? കെ എൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ എന്ത് വിചാരിച്ചു? ജി ഈസ് നോട്ട് കെ എൻ ആണെന്ന് എടുത്തു. അപ്പോൾ ജിയുടെ ക്രോമാറ്റിക് നമ്പർ ഓഫ് ജി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? n ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫിനെ ഡിഫറൻ്റ് ആയിട്ട് കളേഴ്സ്, എത്ര കളേഴ്സ് വേണ്ടി വരും? മിനിമം നമ്പർ ഓഫ് കളേഴ്സ്, അത് എല്ലാ വെർട്ടിസസും ഫില്ല് ചെയ്യാനായിട്ട് എത്ര എണ്ണം വേണമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? n ആണ്. പക്ഷേ ആ ഗ്രാഫ് എന്തല്ല? കെ എൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് എന്താണ്? അങ്ങനെ അല്ല എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജി എന്ന് പറയുന്ന സാധനം കെ എൻ അല്ല. കെ എൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു 2 വെർട്ടിസസ് എങ്കിലും ഉണ്ടാവും. എന്താവും? നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 വെർട്ടിസസ് ഉണ്ടാവും. അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫ് കെ എൻ അല്ല എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫിൽ n വെർട്ടിസസുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. U1, U2, U3 എക്സെട്ര. എത്ര വെർട്ടിസസുകളുണ്ട്? UN എന്ന് പറയുന്ന വെർട്ടിസസുകളുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 വെർട്ടിസസുകളെങ്കിലും രണ്ട് വെർട്ടിസസുകൾ എന്തെങ്കിലും എന്താവത്തില്ല? അഡ്ജസൻ്റ് ആവത്തില്ല. കെ എൻ അല്ല, കംപ്ലീറ്റ് ഗ്രാഫ് അല്ല. കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? എല്ലാ അഡ്ജസൻസി വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കെ എൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻ്റ് അല്ലാത്ത 2 വെർട്ടിസസ് എങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് U1 U2 ആണെന്ന് വിചാരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കാതെ എന്താണെന്ന് വിചാരിച്ചു? U1 U2 എന്തല്ല? അഡ്ജസൻ്റ് അല്ല. സോറി, U1 UN എന്തല്ല എന്ന് വിചാരിച്ചു? അഡ്ജസൻ്റ് അല്ല. അപ്പോൾ അതിന് രണ്ടിനും ഞാൻ എന്ത് ചെയ്തു?
1 എന്ന് പറയുന്ന ഒരു കളർ കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ആര് വരെ ഉണ്ട്, UN-1 വരെ ഉണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ തൊട്ട് ബാക്കിലിരിക്കുന്നത് ആരാണ്, ഒന്നും കൂടെ വൃത്തിയായിട്ട് എഴുതാവേ, അതെ UN-1 വരെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഈ UN മാത്രം അതിൻ്റെ അകത്ത് എന്തല്ല, അഡ്ജസൻ്റ് അല്ല. അപ്പം അവർ അഡ്ജസൻ്റ് അല്ലെങ്കിൽ അവന് രണ്ടിനും എന്താ എനിക്ക് കൊടുക്കാൻ ഒരു സെയിം കളർ കൊടുക്കാം. ഞാൻ 1 എന്ന് പറയുന്ന കളർ കൊടുത്തു. ബാക്കിയുള്ളവർക്കെല്ലാം U2-ന് 2 എന്ന് പറയുന്ന കളർ കൊടുത്തു, U3-ക്ക് 3 കൊടുത്തു, അങ്ങനെ U2-ന് 2 കൊടുത്തു, U3-ക്ക് 3 കൊടുത്തു, അങ്ങനെ പോകുമ്പോൾ UN-1 ഏത് കളറായിരിക്കും കൊടുക്കുക, N-1 എന്ന് പറയുന്ന കളർ കൊടുത്തു. അപ്പം ഇവിടെ എന്താണ്, ഇവിടെ നോക്കുക നിങ്ങൾ, മൊത്തം എത്ര കളറുകൾ ഈ ഗ്രാഫിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ടി വന്നു ഡിഫറെൻ്റ് ആയിട്ട് കളർ ചെയ്യാൻ, എല്ലാ വെർട്ടീസസിനും കളർ ചെയ്യാനായിട്ട്. ഇത്രയും കൂടെ 2 തൊട്ട് N-1 വരെ, പിന്നെ ഇവിടുത്തെ ഇത് രണ്ടെണ്ണത്തിനും 1 കളർ കൊടുത്തു. അതായത് മൊത്തം 1, 2, 3 എക്സെട്ര N-1 കളർ ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ G എന്ന് പറയുന്ന ഗ്രാഫ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, കളർ ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ജിയുടെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, N-1 ആണെന്ന് കിട്ടി. ജിയുടെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, N-1 ആണെന്ന് കിട്ടി. നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്, ജിയുടെ ക്രോമാറ്റിക് നമ്പർ N എന്നല്ലേ. അപ്പോൾ നമ്മൾ എന്തോ ഒരു കാര്യം ഇവിടെ വിചാരിക്കാൻ പാടില്ലാത്ത കാര്യം വിചാരിച്ചപ്പോഴല്ലേ തെറ്റായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയിരിക്കുന്നത്. നമ്മൾ എന്താ വിചാരിച്ചത്, ജി എന്താവത്തില്ല എന്ന് വിചാരിച്ചു, KN ആവത്തില്ല എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇവിടെ റോങ് ആയിട്ട് ജിയുടെ ക്രോമാറ്റിക് നമ്പർ എന്താണെന്ന് കിട്ടി, N-1 ആണെന്ന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കൂടെ ഇത്തിരി ഞാൻ ഈ പറഞ്ഞ രീതിക്ക് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ചുരുക്കി ഒന്നും കൂടെ ഞാൻ പറയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ജി എന്ന് പറയുന്ന സാധനം, ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ N ആണ് എങ്കിൽ ജി KN ആണെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അവരെന്തെടുത്തു, KN അല്ല എന്ന് വിചാരിച്ചു. KN എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് ഓർഡർ N അല്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 വെർട്ടീസസ് എങ്കിലും ഉണ്ടാവും നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ളത്. അവർക്ക് 2 പേർക്ക് ഞാൻ എന്ത് കൊടുത്തു, സെയിം കളർ കൊടുത്തു. ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ഡിഫറൻ്റ് ആയിട്ട് കളേഴ്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് കളർ ചെയ്യാൻ വേണ്ടി വരുന്ന നമ്പർ ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് എത്രയായി, N-1 N-1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ജിയുടെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, N-1 ചെറുതാണെന്ന് കിട്ടി. N-1 N-1 ചെറുതാണെന്ന് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. എന്താണ്, എന്തിന് കോൺട്രഡിക്ഷൻ, നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നു ജിയുടെ ക്രോമാറ്റിക് നമ്പർ എന്താണ്, N ആണ് എന്നുള്ളത് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നതിന് അതെന്താണ്, കോൺട്രഡിക്ഷൻ ആണ്. അപ്പോഴേക്കും ആ ഒരു ജസ്റ്റ് ആ ഒരു ചെറിയ ലെമ്മയുടെ പ്രൂഫ് അവിടെ കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. അടുത്തത്, ഇഫ് H ഈസ് എ സബ്ഗ്രാഫ് ഓഫ് G, H എന്ന് പറയുന്നത് എന്താണ്, ജിയുടെ സബ്ഗ്രാഫാണ്. അങ്ങനെയാണെങ്കിൽ ജിക്ക് കളറിങ് ഉണ്ടെങ്കിൽ ജിക്ക് കളർ ചെയ്യുന്നു, ജി എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യുന്നു, കളർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എച്ചിന് ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പം ജി എന്ന് പറയുന്ന ഗ്രാഫ് എച്ച് എന്ന് പറയുന്ന ഗ്രാഫ് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സബ്ഗ്രാഫ് ആണെങ്കിൽ ജിയുടെ ക്രോമാറ്റിക് നമ്പറിനേക്കാൾ ചെറുതായിരിക്കും എച്ചിൻ്റെ ക്രോമാറ്റിക് നമ്പർ, ചെറുതോ ഈക്വലോ ആയിരിക്കും. എച്ച് എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സബ്ഗ്രാഫ് ആണെങ്കിൽ എച്ചിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് ജിയുടെ ക്രോമാറ്റിക് നമ്പറിനേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കും. ഇതൊരു റിസൾട്ടാണ്, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് ക്ലിക്ക് ഇൻ എ ഗ്രാഫ് ജി. ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. എ ക്ലിക്ക് ഇൻ എ ഗ്രാഫ് ജി ഈസ് എ കംപ്ലീറ്റ് സബ്ഗ്രാഫ് ഓഫ് ജി. The order of the largest click in a graph of G is its click number denoted by omega of G. അപ്പോൾ എ ക്ലിക്ക് ഇൻ എ ഗ്രാഫ് ജി ഈസ് എ കംപ്ലീറ്റ് സബ്ഗ്രാഫ് ഓഫ് ജി. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ അകത്ത്, ഈ ജി എന്ന് പറയുന്ന ഈ ഗ്രാഫിൻ്റെ അകത്ത് ഒരുപാട് സബ്ഗ്രാഫുകളുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഇതിന് V1, V2, V3, V4 എന്നൊക്കെ പേര് കൊടുത്തെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് V1 എന്ന് പറഞ്ഞൊരു വെർട്ടെക്സ് മാത്രം എടുത്ത് വെച്ചാൽ അതെന്താണ്, ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്. ഞാനിവിടെ V1ഉം V2ഉം മാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് ഓർഡർ 2 ആണ്. ഇത് K2 ആണ്, ഇത് K1 ആണ്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇതിങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിൾ മാത്രം എടുത്ത് കൺസിഡർ ചെയ്യുകയാണ്. അതായത് V1, V2, V3 മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതും ഒരു എന്താണ്, കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് ഓർഡർ 3 ആണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ അകത്തുനിന്ന് ഇതിൽ ഇനി K4 കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തുനിന്ന് K4 എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിൻ്റെ അകത്തുനിന്ന് എനിക്ക് കണ്ടുപിടിക്കുക, അല്ലെ ഇതുപോലെ പല രീതിയിൽ എനിക്ക് ഈ ഗ്രാഫിൻ്റെ അകത്തുനിന്ന് കിട്ടാവുന്ന എല്ലാ കംപ്ലീറ്റ് സബ് ഗ്രാഫുകളും ഞാൻ എടുത്ത് പ്ലോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക.
അങ്ങനെ എടുക്കുമ്പോൾ ഓരോ കംപ്ലീറ്റ് ഗ്രാഫുകളെയും എനിക്ക് എന്ത് പേര് വിളിക്കാം? ക്ലിക്ക് എന്ന് വിളിക്കാം. എ ക്ലിക്ക് ഇൻ എ ഗ്രാഫ് ജി ഈസ് എ കംപ്ലീറ്റ് സബ് ഗ്രാഫ് ഓഫ് ജി. ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്ന സബ് ഗ്രാഫുകളിൽ ആ സബ് ഗ്രാഫ് കംപ്ലീറ്റ് ആണെങ്കിൽ ആ കംപ്ലീറ്റ് സബ് ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ക്ലിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ എടുത്തു വെക്കുന്ന ക്ലിക്കുകളിൽ ദ ഓർഡർ ഓഫ് ദ ലാർജസ്റ്റ് ക്ലിക്ക് ഇൻ എ ഗ്രാഫ് ജി ഈസ് ദ ക്ലിക്ക് നമ്പർ. ഈ ഗ്രാഫിൻ്റെ അകത്തുനിന്ന് എടുക്കാവുന്ന ഹയസ്റ്റ് ഓർഡറുള്ള കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഓർഡറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്ലിക്ക് നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഒരുപാട് ക്ലിക്കുകൾ നമുക്കുണ്ടാക്കാൻ പറ്റും. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാഫിൻ്റെ കംപ്ലീറ്റ് സബ് ഗ്രാഫുകളെ വിളിക്കുന്ന പേരാണ് ക്ലിക്ക് എന്ന് പറയുന്നത്. ആ ക്ലിക്കുകളിൽ ഹയസ്റ്റ് ഓർഡറുള്ള ആ ക്ലിക്കിൻ്റെ ആ ഓർഡറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്ലിക്ക് നമ്പർ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒമേഗ ഓഫ് ജി എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ ക്ലിക്ക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഇതിൻ്റെ അകത്ത് 1 ഓർഡറുള്ള ക്ലിക്ക് ഉണ്ട്, 2 ഓർഡറുള്ള ക്ലിക്ക് ഉണ്ട്, 3 ഓർഡറുള്ള ക്ലിക്ക് ഉണ്ട്. 4 ഓർഡറുള്ള ക്ലിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്രാഫിൻ്റെ ക്ലിക്ക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഞാൻ ഒന്നും കൂടി ഈ ഗ്രാഫ് മാറ്റി വരയ്ക്കുകയാണ്. ഇതാ ഇപ്പം ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. ഈ ഗ്രാഫിൻ്റെ ക്ലിക്ക് നമ്പർ എത്രയാണ് പിള്ളേരെ? ഈ ഗ്രാഫിൻ്റെ അകത്ത് 1 ഓർഡറുള്ള ക്ലിക്ക് ഉണ്ട്, 2 ഓർഡറുള്ള ക്ലിക്ക് ഉണ്ട്, 3 ഓർഡറുള്ള ക്ലിക്ക് ഉണ്ട്, 4 ഓർഡറുള്ള ക്ലിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ക്ലിക്ക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി. എ ക്ലിക്ക് ഈസ് ലൈക്ക് ആൻ ഓപ്പോസിറ്റ് ടു ദി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെർട്ടീസസ് ഇൻ എ ഗ്രാഫ്. അതായത് ഒരു ഗ്രാഫിൻ്റെ ബീറ്റ ഓഫ് ജി എന്ന് പറയുന്നത് കെ ആണെങ്കിൽ ഒമേഗ ഓഫ് ജി ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും കെ ആയിരിക്കും. ഇത് ജസ്റ്റ് മറ്റേ നമ്മൾ എന്താണ് കുറച്ച് മുമ്പേ ബീറ്റ ഓഫ് ജി എന്ന് പറയുന്ന ഒരു സംഭവം പഠിച്ചല്ലേ, മാക്സിമം ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാക്സിമം ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ മാക്സിമം ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് വെർട്ടെക്സുകൾ മാത്രം ചൂസ് ചെയ്യണം. അവരെന്താവാൻ പാടില്ല? നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടിസസുകൾ, അതാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അങ്ങനെ വരുന്ന മാക്സിമം ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ മാക്സിമം ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ അകത്ത് മാക്സിമം ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് കെ ആണെങ്കിൽ ഒമേഗ ഓഫ് ജി ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കെ ആയിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് വേണം ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇത് ജി എന്ന് പറയുന്ന ഗ്രാഫാണ്. ഇതിൻ്റെ ബീറ്റ ഓഫ് ജി എന്ന് പറയുന്നത് എത്രയാണ്? 1, 2, 3 വെർട്ടിസസ് എന്തായാലും 1 ആണ് എൻ്റെ ബീറ്റ ഓഫ് ജി എന്ന് പറയുന്നത്. കാരണം എന്താ? ഇതിൻ്റെ അകത്ത് വരാവുന്ന മാക്സിമം ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് സിംഗിൾ വെർട്ടെക്സ് മാത്രം അല്ലേ? സിംഗിൾ വെർട്ടെക്സ് മാത്രമാണ്. ഇതിൻ്റെ അകത്ത് 1ഉം 2ഉം എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ അഡ്ജസ്റ്റ് ആവും. 3ഉം എടുത്താൽ അഡ്ജസ്റ്റൻസി വരും. അപ്പോൾ ഇതിൻ്റെ ബീറ്റ ഓഫ് ജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ജി ബാർ എന്താ? ഈ ഗ്രാഫിൻ്റെ ജി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ജി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 3 ഐസൊലേറ്റഡ് വെർട്ടെക്സുകളാണ് കിട്ടുന്നത്. അതായത് ബാക്കി എല്ലാ വെർട്ടെക്സുകളായിട്ട് ഇവിടെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ഐസൊലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒമേഗ ഓഫ് ജി ബാർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ ഹയസ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ വെർട്ടെക്സ് എടുത്ത് വെക്കുന്ന അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് K1 ആയിരിക്കും കിട്ടുന്ന ഹയസ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ ഓഫ് ജി എന്ന് പറയുന്നത് കെ ആണെങ്കിൽ ഒമേഗ ഓഫ് ജി ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കെ ആയിരിക്കും എന്നുള്ളൊരു ജസ്റ്റ് ഒരു കാര്യം കൂടെ അവരിവിടുന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലിക്ക് എന്താണെന്നും ക്ലിക്ക് നമ്പർ എന്താണെന്നും മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത തിയറത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പം അടുത്ത ഒരു തിയറം എന്ന് പറയുന്നത് ഇത് പിള്ളേരെ പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. അതായത് ഒരു 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ 2 റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചോണേ. ഈ ഒരു റിസൾട്ട് 2 മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് ഇത് 2 ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫോർ എവറി ഗ്രാഫ് ജി ഓഫ് ഓർഡർ എൻ, കൈ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് ജി, കൈ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ബീറ്റ ഓഫ് ജി. അതായത് ഒരു ഗ്രാഫിൻ്റെ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് ആ ഗ്രാഫിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന ക്ലിക്ക് നമ്പറിനേക്കാൾ വലുതായിരിക്കും. ഒരു ഗ്രാഫിൻ്റെ അകത്ത് നിന്ന് കിട്ടാവുന്ന ക്ലിക്ക് നമ്പറിനേക്കാൾ വലുതായിരിക്കും ആ ഗ്രാഫിൻ്റെ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ ആ ഗ്രാഫിൻ്റെ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എൻ ബൈ ബീറ്റ ഓഫ് ജിയേക്കാൾ വലുതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിൻ്റെ ക്രൊമാറ്റിക് നമ്പറിനെ കുറിച്ച് സൂചന നൽകുന്ന രണ്ട് ഇനിക്വാളിറ്റികളാണ് നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ആദ്യത്തെ ഇനിക്വാളിറ്റി നോക്കാം. ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ലെറ്റ് എച്ച് ബി എ ക്ലിക്ക് ഓഫ് ജി ഹാവിങ് ഓർഡർ. എച്ച് എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സബ് ഗ്രാഫാണ്.
ആ എച്ചിനാണ് ഹയസ്റ്റ് ക്ലിക്ക്. അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫുകൾക്ക് ഒരുപാട് ക്ലിക്കുകളുണ്ട്. അതിൽ ഹയസ്റ്റ് ഓർഡറുള്ള ക്ലിക്കാണ് എന്ത് എച്ച് എന്ന് പറയുന്നത്. അത് എച്ച് എന്ന് പറയുന്നപ്പോൾ എന്താണ്, സബ് ഗ്രാഫും കൂടാണ്. ജിയുടെ സബ് ഗ്രാഫുകളിലാണ് ഓരോ ക്ലിക്കുകളും എന്താണ്, ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഓരോ ക്ലിക്കുകളും എന്താണ്, സബ് ഗ്രാഫുകളാണ്. അപ്പോൾ ജിക്ക് ഒരുപാട് ക്ലിക്കുകളുണ്ട്. അതിൽ ഏറ്റവും ഹയസ്റ്റ് ഓർഡറുള്ള ക്ലിക്കാണ് എച്ച്. അതിൻ്റെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ ഓഫ് ജി ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ജിയുടെ ഹയസ്റ്റ് ഓർഡറുള്ള ക്ലിക്കാണ് എച്ച് എന്ന് പറയുന്നത്. ആ എച്ചിൻ്റെ ക്ലിക്ക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, ഒമേഗ ഓഫ് ജി ആണ്. നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ, ഇത് ഒമേഗ ഓഫ് എച്ച് എന്ന് എഴുതിയിരുന്നു. ഒമേഗ ഓഫ് എച്ച് എന്നല്ല എഴുതുന്നത്, ഒമേഗ ഓഫ് ജി എന്ന് എഴുതുന്നത് കേട്ടോ. ജിയുടെ ആണ് ക്ലിക്ക് എച്ച്. ആ നമ്പറിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഒമേഗ ഓഫ് ജി ആണ്. അപ്പോൾ ലെറ്റ് എച്ച് ബി എ ക്ലിക്ക് ഓഫ് ജി ഹാവിങ് ഓർഡർ ഒമേഗ ഓഫ് ജി. അങ്ങനെയാണെങ്കിൽ എച്ച് എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ ആലോചിക്ക്, എങ്ങനെ കിട്ടുമെന്നത്. ആലോചിച്ച് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്താണ്, എൻ ആണ് അല്ലേ. ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എച്ചും എന്ത് തന്നെയാണ്, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ലേ. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫ് അല്ലേ. അപ്പോൾ എച്ചിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എച്ചിൻ്റെ ഓർഡർ അല്ലേ. ആ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്, എച്ചിൻ്റെ ഓർഡർ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒമേഗ ഓഫ് ജി. ക്ലിക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിക്ക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡറാണ്. എച്ച് എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഓർഡറാണ്. ഹയസ്റ്റ് ഓർഡർ ഉള്ള ക്ലിക്ക്, അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഹയസ്റ്റ് ഓർഡർ ഉള്ള ക്ലിക്ക്. അതിനെയാണ് അതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ, ക്ലിക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഹയസ്റ്റ് ഓർഡറുള്ള ക്ലിക്ക്, അതിൻ്റെ ഓർഡറിനെയാണ് ഒമേഗ ഓഫ് ജി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എച്ചിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, ഒമേഗ ഓഫ് ജി ആണ്. ഓക്കെ, അപ്പം എച്ച് എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ക്ലിക്കാണ്. അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് ഒമേഗ ഓഫ് ജി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ഒരു ഇതിനകത്ത് പഠിച്ചു, എച്ച് എന്ന് പറയുന്ന സബ് ഗ്രാഫ് ആണെങ്കിൽ എച്ചിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് ജിയുടെ ക്രോമാറ്റിക് നമ്പറിനേക്കാൾ ചെറുതോ തുല്യമോ എന്ന് പറഞ്ഞ് ഞാൻ തൊട്ട് മുമ്പിലെ ഒരു സാധനം കാണിച്ചു തന്നു നിങ്ങൾക്ക്. അപ്പോൾ കൈ ഓഫ് എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ ഓഫ് ജി. ഈ കൈ ഓഫ് എച്ച് എന്താണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്, ഒമേഗ ഓഫ് ജി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ ഓഫ് ജി. ഒന്നും കൂടെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്ത് വരും, കൈ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് ജി. ഇവിടെ ശ്രദ്ധിക്കുക, കുത്തുകൊള്ളുന്ന ഒമേഗ ഓഫ് ജി ആണ്, ഇവിടെയും കുത്തുകൊള്ളുന്ന വശം, കുത്തുകൊള്ളുന്ന വശം ഒമേഗ ഓഫ് ജി തന്നെയാണ്. തിരിച്ച് വെറുതെ എഴുതിയിരിക്കുന്നു എന്ന് മാത്രം, ഒന്നുമില്ല പിള്ളേരെ, സിമ്പിൾ ഒരു പ്രൂഫ്. അതായത് എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എച്ച് എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സബ് ഗ്രാഫാണ്. വെറുതെ ഉള്ള സബ് ഗ്രാഫ് അല്ല, ക്ലിക്കാണ്. എങ്ങനെയുള്ള ക്ലിക്ക്, ഏറ്റവും വലിയ ഓർഡറുള്ള ക്ലിക്ക്. അപ്പോൾ ഈ ഏറ്റവും വലിയ ഓർഡറുള്ള ക്ലിക്കാണത് എന്ന് വെച്ചാൽ ഈ എച്ച് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ആ ഏറ്റവും വലിയ ഓർഡർ എന്ന് പറയുമ്പോഴേക്കും ആ ഓർഡർ എത്രയാണ്, ഒമേഗ ഓഫ് ജി ആണ്. നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒമേഗ ഓഫ് ജി ആണ്. അതായത് എച്ചിൻ്റെ ക്രോമാറ്റിക് നമ്പർ ജിയുടെ ക്രോമാറ്റിക് നമ്പറിനേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ എച്ച് ഇതെന്ന് പറയുന്നത് എന്താണ്, ഒമേഗ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ ഓഫ് ജി. പ്രൂഫ് കഴിഞ്ഞു, ഫസ്റ്റ് പ്രൂഫ് കഴിഞ്ഞു. ഇനി അടുത്ത പ്രൂഫിലേക്ക് പോകാം. അടുത്ത പ്രൂഫ് എന്ന് പറയുന്നത് എന്താണ്, കൈ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ബീറ്റ ഓഫ് ജി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സപ്പോസ് ദാറ്റ് കൈ ഓഫ് ജി ഈക്വൽ ടു കെ. അതായത് ജിയുടെ ക്രോമാറ്റിക് നമ്പർ എന്താണെന്ന് വിചാരിച്ചു, കെ ആണ്. സപ്പോസ് ദാറ്റ് കൈ ഓഫ് ജി ഈക്വൽ ടു കെ, ദെൻ ജി ഹാസ് കെ കളറിംഗ്. So V of G can be partitioned into K independent set V1, V2, etc. Vk. അതായത് ജിക്ക് കെ കളറിംഗ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് കെ കളറിംഗ് ഉണ്ട്. അതായത് കെ എന്ന് പറയുന്നതാണ് അവിടുത്തെ ക്രോമാറ്റിക് നമ്പർ. അതായത് കെ കളറുകൾ വേണം ജിയെ ഫുള്ളായിട്ട് കളർ ചെയ്തെടുക്കാനായിട്ട്, ഡിഫറെൻ്റ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ആ ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ വെർട്ടിസസുകളെ V1, V2, etc. Vk എന്നും പറഞ്ഞ് പാർട്ടീഷൻ ചെയ്തു. അതായത് ഒന്നെന്ന് പറയുന്ന കളർ യൂസ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം കൂടെ V1 എന്ന് പറയുന്ന വെർട്ടിസസിൻ്റെ അകത്തും, രണ്ടെന്ന് പറയുന്ന കളർ യൂസ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം കൂടെ V2 എന്ന് പറയുന്ന വെർട്ടിസസിൻ്റെ അകത്തും, V2 എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്തും, കെ എന്ന് പറയുന്ന കളർ യൂസ് ചെയ്യുന്ന വെർട്ടിസസുകളെ എല്ലാം കൂടെ Vk എന്ന് പറയുന്ന സെറ്റ് ആക്കി വെച്ചു. അപ്പം പാർട്ടീഷൻ ഇൻറ്റു കെ ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അപ്പോൾ ഇവർക്കൊന്നും ഈ V1 വരുന്ന വെർട്ടിസസുകൾക്കും V2 വരുന്ന വെർട്ടിസസുകൾക്കും തമ്മിൽ എന്തില്ല, അഡ്ജസൻസി ഇല്ല. അഡ്ജസൻസി വന്നാൽ അവർക്ക് തമ്മിൽ എന്ത് കൊടുക്കാൻ പറ്റത്തില്ല, അഡ്ജസൻസി വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും
കളർ കൊടുക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പോൾ V1 ഉം V2 ഒക്കെ എന്തായിരിക്കണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻറ്റു കെ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് V1 V2 എക്സെട്ര BK. അങ്ങനെയാണെങ്കിൽ V of G ഈക്വൽ ടു പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഹോൾ ഹോൾ വെർട്ടിസസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ V1 യൂണിയൻ V2 യൂണിയൻ എക്സെട്ര യൂണിയൻ V of K എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ V വെർട്ടിസസുകളുടെ കാർഡിനാലിറ്റികൾ എടുത്ത് സം ചെയ്താൽ കിട്ടുന്ന നമ്പർ അത്രയായിരിക്കും, N ആയിരിക്കും അല്ലേ. V1ൻ്റെ കാർഡിനാലിറ്റി പ്ലസ് V2ൻ്റെ കാർഡിനാലിറ്റി പ്ലസ് എക്സെട്ര VKയുടെ കാർഡിനാലിറ്റികൾ. അതായത് ഒരു ഗ്രാഫിൻ്റെ അകത്ത് 10 വെർട്ടിസസുകൾ ഉണ്ടെങ്കിൽ V1 V2 V3 V4 എന്നും പറഞ്ഞ് തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഈക്വൽ ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് തിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സം എടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ സം എടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, ഈ 10 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇപ്പം 10 ആണെങ്കിൽ ഇതിൻ്റെ V1-നകത്തൊരു 2 പേര്, V2-ൻ്റെ അകത്തൊരു 3 പേര്, V3-ക്കകത്തൊരു 3 പേര്, അപ്പോൾ 3 3 6 2 8, V4-നകത്തൊരു 2 പേര്. ഇതേ രീതിയിലായിരിക്കും നമ്മൾ പാർട്ടീഷൻ ചെയ്തെടുക്കുക. അതെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പം chi of G ഈക്വൽ ടു K ആണ്. ദെൻ G ഹാസ് K കളറിങ്. V of G ക്യാൻ ബി പാർട്ടീഷൻ ഇൻറ്റു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും, V1 V2 എക്സെട്ര BK ഇത്ര എണ്ണമായിട്ട് പാർട്ടീഷൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ V of G ഈക്വൽ ടു V1 യൂണിയൻ V2 യൂണിയൻ എക്സെട്ര യൂണിയൻ VK. അങ്ങനെയാണെങ്കിൽ N ഈസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് V1 പ്ലസ് കാർഡിനാലിറ്റി ഓഫ് V2 പ്ലസ് എക്സെട്ര കാർഡിനാലിറ്റി ഓഫ് VK. അങ്ങനെയാണെങ്കിൽ ഇതിനെ സിംപ്ലി ഇതിങ്ങനെ നൊട്ടേഷൻ കൊടുക്കാം. I ഈസ് ഈക്വൽ ടു 1 to K കാർഡിനാലിറ്റി ഓഫ് VI. ഇവിടെയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ V1 V2 എക്സെട്ര VK ഇതെല്ലാം എന്താണ്, ഇൻഡിപെൻഡൻറ്റ് സെറ്റുകളാണ്. ഈ ഇൻഡിപെൻഡൻറ്റ് സെറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാക്സിമം ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആവുമല്ലോ. അങ്ങനെ മാക്സിമം ഇൻഡിപെൻഡൻറ്റ്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 2 പേര്, ഇതിൻ്റെ അകത്ത് 3 പേര്, VKക്കകത്ത് ഒരു 3 പേര്, അങ്ങനെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു V7 എടുക്കുകയാണ്, ഇതിൻ്റെ അകത്ത് 4. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എണ്ണത്തിന് മാക്സിമം എണ്ണം വരുമല്ലോ. ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ബീറ്റ ഓഫ് G അഥവാ മാക്സിമം ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ V1 V2 എക്സെട്ര VK എന്ന് പറഞ്ഞതിന് ആ സെറ്റുകളെ തരംതിരിച്ചാൽ ഇതിൽ മാക്സിമം ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ കാർഡിനാലിറ്റിയെ വിളിക്കുന്ന പേരാണ് ബീറ്റ ഓഫ് G. അങ്ങനെയാണെങ്കിൽ ഈ സമ്മേഷനിൽ V1-ന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു, ബീറ്റ ഓഫ് G. V2-ന് പകരം എന്ത് കൊടുക്കുന്നു, ബീറ്റ ഓഫ് G എന്ന് കൊടുക്കുന്നു. അപ്പോൾ V1-നേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കും ബീറ്റ ഓഫ് G, V2-നേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കും ബീറ്റ ഓഫ് G. അങ്ങനെ ഈ സമ്മേഷനെ ഓരോ ടേമിന് പകരവും ഞാൻ എന്ത് റീപ്ലേസ് ചെയ്യുന്നു, ബീറ്റ ഓഫ് G റീപ്ലേസ് ചെയ്തെടുക്കുന്നു. അതായത് ഇവിടെ കാർഡിനാലിറ്റി ഓഫ് V1 പ്ലസ് കാർഡിനാലിറ്റി ഓഫ് V2 പ്ലസ് എക്സെട്ര കാർഡിനാലിറ്റി ഓഫ് VK എന്നല്ലേ കിടക്കുന്നത്. അതിൽ V1-നേക്കാൾ വലുതാവാം ബീറ്റ ഓഫ് G. ഇവിടെ മോഡലസ് ഉണ്ട് കേട്ടോ. V2-ന് പകരം എന്ത് കൊടുത്തു, ബീറ്റ ഓഫ് G പ്ലസ് എക്സെട്ര. ഓരോന്നിന് പകരവും ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മാക്സിമം ഇൻഡിപെൻഡൻസ് സെറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സമ്മേഷനേക്കാൾ വലുതായിരിക്കും ഈ ബീറ്റ ഓഫ് G എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ ഓഫ് G എത്ര തവണയാണ് ഇവിടെ കൂട്ടുന്നത്, ബീറ്റ ഓഫ് G 2 തവണ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു ബീറ്റ ഓഫ് G. അങ്ങനെ അത് K ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, K ഇൻറ്റു ബീറ്റ ഓഫ് G. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി, ചുരുക്കി പറഞ്ഞാൽ N ലെസ് ദാൻ ഓർ ഈക്വൽ ടു K ഇൻറ്റു ബീറ്റ ഓഫ് G എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ N ഇൻറ്റു നമുക്ക് എന്ത് കിട്ടിയത്, ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, N ലെസ് ദാൻ ഓർ ഈക്വൽ ടു K ഇൻറ്റു ബീറ്റ ഓഫ് G എന്ന് കിട്ടി. അവിടെ നിന്ന് എനിക്ക് എന്ത് എഴുതാം, ഇത് ബീറ്റ ഓഫ് G ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, N ലെസ് ദാൻ ഓർ ഈക്വൽ ടു K ഇൻറ്റു ബീറ്റ ഓഫ് G എന്ന് കിട്ടി. അവിടെ നിന്ന് N ബൈ ബീറ്റ ഓഫ് G ലെസ് ദാൻ ഓർ ഈക്വൽ ടു K എന്ന് എഴുതാം. K എന്ന് പറഞ്ഞാൽ എന്താണ്, G എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പറാണ്. അതായത് N ബൈ ബീറ്റ ഓഫ് G ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്രോമാറ്റിക് നമ്പർ ഓഫ് G എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ക്രോമാറ്റിക് നമ്പർ ഓഫ് G ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു N ബൈ ബീറ്റ ഓഫ് G എന്ന് കിട്ടി. ഇവിടെ ഞാൻ നോട്ടിൽ ആദ്യം എഴുതി തന്നിരുന്നത് തെറ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും നോട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കുക. ഓക്കെ. അപ്പോൾ N ബൈ ബീറ്റ ഓഫ് G ലെസ് ദാൻ ഓർ ഈക്വൽ ടു K എന്നും അവിടുന്ന് N ബൈ ബീറ്റ ഓഫ് G ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്രോമാറ്റിക് നമ്പർ എന്നും കിട്ടി. അപ്പോൾ ശ്രദ്ധിച്ചേക്കുക, ഈ 2 റിസൾട്ടുകളാണ് നമ്മൾ ഇവിടെ നിന്ന് പ്രൂവ് ചെയ്ത് എടുത്തത്. അപ്പോൾ ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ എഴുതാണ്. ഇതിൻ്റെ ലോവർ ബൗണ്ട് ഷാർപ്പാണ്. അതായത് ഈക്വൽ ആവുന്ന, അതായത് ലോവർ ബൗണ്ട് എന്ന് പറയുന്ന സാധനം ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ ഗ്രാഫിന്
അസ്യൂം ചെയ്യുമോ? അതായത് ക്രോമാറ്റിക് നമ്പർ ഓഫ് ജി ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ജി വരുമോ? ക്രോമാറ്റിക് നമ്പർ ഓഫ് ജി ഈക്വൽ ടു എൻ ബൈ ബീറ്റ ഓഫ് ജി വരുന്ന ഏതെങ്കിലും ഗ്രാഫുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ എക്സാമ്പിളിലേക്ക് പോവാം. അപ്പം അത്യാവശ്യം എന്താണ് ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ദ ലോവർ ബൗണ്ടർ സ്റ്റേറ്റഡ് ഇൻ ദ എബോവ് തിയറം ആർ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യേണ്ടത് എന്നാണ് ആ രണ്ട് റിസൾട്ടുകളും ഈക്വൽ ആവുന്ന കണ്ടീഷൻസ്. അതായത് ക്രോമാറ്റിക് നമ്പർ ഓഫ് ജി ഈക്വൽ ടു ഒമേഗ ഓഫ് ജി എന്നും അതുപോലെ ക്രോമാറ്റിക് നമ്പർ ഓഫ് ജി ഈക്വൽ ടു എൻ ബൈ ബീറ്റ ഓഫ് ജി എന്നും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് ഏതാണ്? അത് അങ്ങനെയാണെങ്കിൽ അത് ആ ഗ്രാഫ് വെച്ചുകൊണ്ട് ഈ സംഭവം ഒന്ന് ചെയ്ത് കാണിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അത് നോക്കാം. അപ്പോൾ ആ പറഞ്ഞ റിസൾട്ടുകൾ പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് K333 ആണ്. അതായത് ബൈപാർട്ടേറ്റഡ് ഗ്രാഫ് K33 നമുക്കറിയാം. അതായത് 3 വെർട്ടിസസുകൾ ഇവിടെ ഇതേ രീതിയിൽ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ എന്ന് വെച്ചാൽ എല്ലായിടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വരും. ഇവർ തമ്മിലൊന്നും ഈ നിൽക്കുന്ന V1ഉം V2ഉം തമ്മിൽ ഇവർ തമ്മിൽ എന്ത് വരത്തില്ല? അഡ്ജസൻസി വരത്തില്ല. അപ്പോൾ ഇതിന് എത്ര കളർ കൊണ്ട് നമുക്ക് ഇത് മൊത്തത്തിൽ കളർ ചെയ്യാം? ഇതിനെല്ലാം കൂടെ ഒരു 1 എന്ന് പറഞ്ഞ കളറും ഇതിനെല്ലാം കൂടെ ഒരു 2 എന്ന് പറഞ്ഞ കളറും കൊടുത്ത് 2 കളർ കൊണ്ട് ഇത് മൊത്തം കളർ ചെയ്തെടുക്കുക. അതുപോലെ വരുന്ന K333 അതാണ് 1, 2, 3, 4 സെറ്റ് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ 3 വെർട്ടിസസ്, ഇവിടെ 3 വെർട്ടിസസ്, ഇവിടെ 3 വെർട്ടിസസ്, ഇവിടെ 3 വെർട്ടിസസ്. അപ്പോൾ ഇവർ തമ്മിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഇവരൊക്കെ തമ്മിൽ എന്തില്ല? ഒരിക്കൽ പോലും എന്ത് വരത്തില്ല? അവർ തമ്മിൽ എന്ത് വരുന്നില്ല? അഡ്ജസൻസി വരുന്നില്ല. അപ്പോൾ ഇതേ രീതിയിൽ വരുന്ന ഒരു ഗ്രാഫാണ് K3333 എന്ന് പറയുന്ന ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രാഫ് വരച്ചൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഏകദേശം ഒരു ഐഡിയ വെക്കുക. അപ്പോൾ ഈ K33 എന്ന് പറയുന്ന ഗ്രാഫ് കളർ ചെയ്യാൻ വേണ്ടി വരുന്ന മാക്സിമം കളറുകളുടെ അഥവാ ആ ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്ന ക്രോമാറ്റിക് നമ്പർ ഓഫ് K333 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും. 4 ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ ഗ്രാഫിനെ നമുക്ക് അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്താണ് കളർ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഈ ഗ്രാഫിൻ്റെ അകത്ത് ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, മൊത്തം എത്രയാണ്? 3, 6, 9, 12. ആ ഗ്രാഫിൻ്റെ എൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടീസസ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഈ ഗ്രാഫിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന മാക്സിമം കംപ്ലീറ്റ് ഗ്രാഫ് സബ് ഗ്രാഫ് ഓഫ് ഹയസ്റ്റ് ഒരു ക്ലിക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K4 ആയിരിക്കും. എന്താണ്? K4 ആയിരിക്കും ഇതിൻ്റെ അകത്തുനിന്ന് ഹയസ്റ്റ് ക്ലിക്ക്. അപ്പം ഒമേഗ ഓഫ് K3333 എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 4 ആയിരിക്കും. എത്രയായിരിക്കും? 4 ആയിരിക്കും. ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ എന്തൊക്കെ കിട്ടി ഈ ഗ്രാഫിനകത്ത്? ഞാനിപ്പോൾ എന്തൊക്കെ എഴുതിയെന്ന് ചോദിച്ചാൽ എൻ എന്ന് പറയുന്നത് 12 ആണെന്ന് കിട്ടി. ക്രോമാറ്റിക് നമ്പർ ഓഫ് ജി എന്ന് പറയുന്നത് ജി എന്ന് എഴുതുക കേട്ടോ. ഞാൻ ജി എന്ന് പറയുന്നത് 4 കിട്ടി. ഒമേഗ ഓഫ് ജി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? ഒമേഗ ഓഫ് ജി എന്ന് പറയുന്നത് 4 കിട്ടി. അതായത് ഈ ഗ്രാഫിൻ്റെ അകത്തുനിന്ന് കിട്ടാവുന്ന ഹയസ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് 4. ഹയസ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് 4 ഓർഡറുള്ള കംപ്ലീറ്റ് ഗ്രാഫാണ്. അതുകൊണ്ട് തന്നെ ഒമേഗ ഓഫ് ജി എന്ന് പറയുന്നത് 4 കിട്ടി. അതേപോലെ ഇനി നമുക്ക് മറ്റേ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബീറ്റ ഓഫ് ജി ആണ്. ബീറ്റ ഓഫ് ജി ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ ഗ്രാഫിൽ ഈ 3 ആൾക്കാർ തമ്മിൽ എന്തില്ല? അഡ്ജസൻസി ഇല്ല. അപ്പോൾ ഇവർ 3 പേരും എന്താണ്? നോൺ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവരെ 3 പേരെ ഇടാം. പക്ഷേ ഇവിടുത്തെ വേറെ ആരെ എടുത്ത് പെറുക്കി അതിൻ്റെ അകത്ത് ഇടാനും പറ്റത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ കാര്യം എന്താ? ഇവർ 3 പേർക്കും ഇവരിലിരിക്കുന്ന 9 പേരുമായിട്ടും കണക്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ ഒരാളെ പോലും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതേ പ്രൊസീജിയർ തന്നെ ഇവിടെ 3 പേര് എടുത്തു കഴിഞ്ഞാൽ ആ 3 പേരുടെ കൂട്ടത്തിൽ ഇവിടെ ഒരാളെ കൊണ്ടുപോലും പിടിച്ചിടാൻ ഒക്കത്തില്ല. അപ്പോൾ അവർ 3 പേര് മാത്രമേ ബീറ്റ ഓഫ് ജി എന്ന് പറഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ റിസൾട്ട് chi ഓഫ് ജി ഈക്വൽ ടു ഒമേഗ ഓഫ് ജി 4 ഈക്വൽ ടു 4. അപ്പോൾ അതിൻ്റെ ലോവർ ബൗണ്ട് അറ്റൈൻ ചെയ്തു. ഇനി അടുത്തത് chi ഓഫ് ജി ഈക്വൽ ടു എൻ ബൈ ബീറ്റ ഓഫ് ജി വരുമോ എന്ന് നമുക്ക് നോക്കാം. chi ഓഫ് ജി എന്ന് പറയുന്നത് എത്രയാണ്? 4. എൻ എന്ന് പറയുന്നത് എത്രയാണ്? 12. ബീറ്റ ഓഫ് ജി എത്രയാണ്? 3. 12/3 എന്ന് പറയുന്നത് എത്രയാണ്? 4. അപ്പോൾ ഈ 2 റിസൾട്ടുകളും അതിൻ്റെ ലോവർ ബൗണ്ട് അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഏത് ഗ്രാഫിൽ? ഈ K3333 എന്ന് പറയുന്ന ഈ ഗ്രാഫിൽ അതിൻ്റെ ലോവർ ബൗണ്ട് അറ്റൈൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ഗ്രൂപ്പുകളിലോ നേരിട്ടോ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.